ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. മനോഹർ കിരണിനെ കാണാൻ വേണ്ടി വന്നിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ ആ സമയത്ത് കല്യാണി അകത്തേക്ക് വിളിക്കുകയും കയറ്റുകയും ചെയ്തു. എന്നിട്ട് പറയാണ്, ഞാനെന്തെങ്കിലും പറഞ്ഞാൽ സഹതാപം കൊണ്ടാണെന്നേ കല്യാണി പറയുള്ളൂ. പക്ഷേ എനിക്ക് നല്ല സങ്കടമുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ. അത് കേട്ട് കല്യാണി ചിരിക്കുകയാണ്. കല്യാണി ഉടൻ ചോദിക്കുകയും ചെയ്തു, എത്രയെത്ര പെൺകുട്ടികളാ നീ കാരണം അനാഥയായത്, ജീവിതം നഷ്ടപ്പെട്ടത്. അവരോടൊന്നും സഹതാപം തോന്നാത്ത നിനക്ക് സ്വന്തം കുഞ്ഞുങ്ങളോട് പോലും കാലണയുടെ സിമ്പതി തോന്നാത്ത നിനക്കാണോ എന്നും നിന്റെ ശത്രുവായിട്ടുള്ള കിരണേട്ടനെ കാണുമ്പോൾ വിഷമം തോന്നുന്നത്? മനോഹർ കിരണിനെ ഇടം കണ്ടിട്ട് നോക്കുകയാണ്. അപ്പോൾ കല്യാണി കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാണിച്ചതാ. അതേസമയം താരേണ്ടി അവിടേക്ക് വരികയാണ്. താരേണ്ടിയെ കണ്ടപ്പോൾ തന്നെ കല്യാണി പറയാണ്, ദേ മരുമകൻ നിൽക്കുന്നു. താരാൻറ്റി അപ്പോൾ ആക്ഷനായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ കല്യാണി അത് പറഞ്ഞു കൊടുക്കുകയാണ് അവന്. നിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചത് ഇപ്പോൾ എന്നാണ് താരേണ്ടി ചോദിക്കുന്നത്. മനസ്സിലായി എന്ന് മനോഹർ പറയാണ്. അപ്പോഴേക്കും മനോഹറിൻ്റെ കോളറിൽ കയറി പിടിച്ചു കഴിഞ്ഞു താരേണ്ടി. നന്നായിട്ട് അവർ അടിക്കുകയാണ്. അത് കണ്ടിട്ട് കല്യാണി പിടിച്ചു വെക്കുകയാണ്. ആൻറ്റി വേണ്ട ആൻറ്റി, ഇടാൻ പറ മനോഹർ പറയാണ്. അപ്പോൾ കല്യാണി, വിട്ടേക്ക് ആൻറ്റി. വേണ്ട താരാൻറ്റി, ഇവൻ ആൻറ്റിയുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞാൽ അവിടെ തകരുന്നത് താരാൻറ്റിയുടെ മകൾ തന്നെയാണ്. പിന്നെ ചിലപ്പോൾ ആൻറ്റിക്ക് ആൻറ്റിയുടെ മോളെ തന്നെ കാണാൻ പറ്റിയില്ല എന്ന് വരും. ആ നേരത്ത് അവൾ പോകുന്നത് സ്വന്തം കുഞ്ഞിനെയും കൊണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ മോളെ മാത്രമല്ല പേരക്കുട്ടിയെയും ആൻറ്റിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും. ഷേ, ഇവനൊക്കെ മനുഷ്യനാണോന്ന് എന്തിനാ ആൻറ്റി ചോദിക്കുന്നേ? മനുഷ്യനല്ലെന്ന് എത്രയോ തവണ ഇവൻ തെളിയിച്ചതല്ലേ. ഇനി നീ ഇവിടെ നിന്നാൽ ചിലപ്പോൾ നിന്റെ ദേഹത്ത് വീണ്ടും ആൻറ്റി കൈവച്ചെന്ന് വരും. അതുകൊണ്ട് നീ പോ, കാണേണ്ട കാഴ്ച നീ കണ്ടു കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ നീ ഇവിടെ നിൽക്കുന്നേ? മനോഹർ കല്യാണി അത് പറഞ്ഞതിൻ്റെ ശേഷം അവിടെ നിന്നും പതിയെ നടക്കുകയാണ്. നടന്ന് പുറത്തേക്ക് ഇറങ്ങിയതിൻ്റെ ശേഷം അവൻ മനസ്സിൽ നന്നായിട്ട് ചിരിക്കുകയാണ്. ഏതായാലും ഒരുത്തൻ വീണു, ഇനി അവൻ്റെ ഭാര്യയും കൂടി വീണ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ട് ഈ ജില്ലയിൽ തന്നെ കൃഷി ഇറക്കാം. അത്രയും ചിന്തിച്ചതിന് ശേഷം ചിരിയോടെ അവൻ പുറത്തേക്ക് പോയി. അവനെ എന്തിനാ മോളെ വിളിച്ചത് എന്ന് താരാൻറ്റി ആക്ഷനായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ കല്യാണി പറയാണ്, അവന് കിരണേട്ടനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അകത്ത് കയറ്റിയത്. കണ്ടിട്ട് പോകട്ടെ ആൻറ്റി, അവിടെ ചെന്നിട്ട് ഈ കാര്യവും പറഞ്ഞ് ചിരിക്കട്ടെ, അവരാശ്വസിക്കട്ടെ, അത് നമുക്ക് നല്ലതാ. അപ്പോൾ കിരൺ പറയാണ്, ഒരിക്കൽ പോലും അവൻ കാണാൻ ആഗ്രഹിക്കാത്തയാളായിരുന്നു ഞാൻ. ഈ കാഴ്ച അവന് എല്ലാ അർത്ഥത്തിലും ആശ്വാസം തന്നെയായിരിക്കും. അത് കേട്ട് കല്യാണി പറയാണ്, ആശ്വസിക്കട്ടെ, എല്ലാവരും ആശ്വസിക്കട്ടെ. പക്ഷേ ഇതിനൊരു ക്ലൈമാക്സ് ഉണ്ടല്ലോ. അന്ന് ഈ സന്തോഷവും ആഹ്ലാദവും ഒക്കെ അവിടെ തീരും. പിന്നെ ഷാരി അവരുടെ വീട്ടിൽ ഒരിടത്ത് ഇരുന്നിട്ട് ആലോചിക്കുകയാണ് കിരണിന് ആരെയും മനസ്സിലാകാത്ത കാര്യം. എന്നിട്ട് ഷാരി പറയാണ് അവനോട്, എടാ മോനെ, ഞാനാടാ ഇത്, നിൻ്റെ ആൻറ്റിയാ, ഇത് സരയു. സരയു അതേസമയം ചിന്തിക്കുകയാണ്, ഇവൻ ഞങ്ങളെ തിരിച്ചറിഞ്ഞോ, ഇവൻ്റെ രോഗം മാറിയോ? അപ്പോൾ കല്യാണി ചോദിക്കുകയാണ്, കിരണേട്ടാ ഇവരെയൊക്കെ മനസ്സിലായോ കിരണേട്ടാ? പെട്ടെന്ന് കിരൺ കല്യാണിയോട് ചോദിക്കുകയാണ്, നീ ആരാ? അപ്പോൾ കല്യാണി വായും പൊത്തിയിട്ട് കരയാണ്. അത് കണ്ട് സന്തോഷത്തോടെ ചിരിക്കുകയാണ് നമ്മളെ സരയു. ഷാരി അവിടെ സിറ്റ് ഔട്ടിൽ ഇതൊക്കെ ഓർത്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മളെ ജെറിയെയാണ്. ജെറി വണ്ടിയുമായിട്ട് അതുവഴി വരുന്നതാണ് ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഭാഗത്ത്. അപ്പോൾ അവിടെ നിന്നും ടെക്സ്റ്റൈൽസിൽ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് കാർത്തിക ഇറങ്ങുകയാണ്. കാർത്തിക ഇറങ്ങിയിട്ട് അവളുടെ വണ്ടിയിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അതേസമയം ജെറി അവളെ തന്നെ ശ്രദ്ധിക്കുകയാണ്. കാർത്തികയും വണ്ടിയും പോയി കഴിഞ്ഞതിന് ശേഷം ജെറി ഹെൽമെറ്റൊക്കെ മാറ്റിയിട്ട് പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് കാർത്തികയെ വിളിക്കുകയാണ്. കാർത്തിക ഫോൺ റിങ് ചെയ്തപ്പോൾ തന്നെ ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജെറി പറയാണ്, നമ്പർ മാറ്റി വിളിച്ചാലും ശബ്ദം ഒന്ന് തന്നെയാടി, ഗംഗാപ്രസാദ്. കാർത്തിക പെട്ടെന്ന് ഞെട്ടി. പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് പോവായിരിക്കും അല്ലേ? പെട്ടെന്ന് കാർത്തിക പിന്നോട്ട് തിരിഞ്ഞു നോക്കുകയാണ്. നിൻ്റെ പിന്നാലെ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ ആൾക്കാർ സ്ഥിരമായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് നിൻ്റെ ഓരോ ചലനവും നീക്കവും ഞാൻ അറിയുന്നുണ്ട്. പെട്ടെന്ന് കാർത്തിക ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടത് എന്ന് നിനക്കറിയാലോ. വേണ്ടത് കിട്ടിയില്ലെങ്കിൽ നിന്നെ വേണം, നിൻ്റെയും നിൻ്റെ അമ്മയുടെയും ജീവൻ. അത്രയും പറഞ്ഞു ജെറി കോൾ കട്ട് ചെയ്തു. അപ്പം തന്നെ അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, എത്രയും പെട്ടെന്ന് തളർന്നു കിടക്കുന്ന കിരണിൻ്റെ അടുത്തെത്തണം. ഇവൾ ഉറപ്പായിട്ടും അങ്ങോട്ട് വിളിക്കാനുള്ള സാധ്യതയുണ്ട്.
അങ്ങനെയെങ്കിൽ ഞാൻ എത്തിയതിന് ശേഷമാണ് വിളിക്കുന്നതെങ്കിൽ എന്താണ് പറയുന്നത് എന്ന് നേരിട്ടറിയാം. ജെറി പിന്നെ പെട്ടെന്ന് തന്നെ ഹെൽമെറ്റും വെച്ച് വണ്ടി നേരെ കിരണിൻ്റെ വീട്ടിലേക്ക് വിടുകയാണ്. അതേസമയം കിരണും കല്യാണിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കല്യാണി കിരണിൻ്റെ അടുത്ത് പറയാണ്, ഇന്ന് വരുണിൻ്റെ ബർത്ത്ഡേ ആണെന്ന് മനോഹറിനോട് പറഞ്ഞിരിക്കുക. വെറുതെ പറഞ്ഞതാ, അവൻ്റെ കയ്യിൽ നിന്നും പൈസ പൊട്ടിക്കാൻ വേണ്ടിയാ വരുൺ ഉദ്ദേശിക്കുന്നത്. അതേസമയം കിരൺ ചിരിച്ചുകൊണ്ട് പറയാണ്, അതെ, അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തത്. സരയുവിൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചെടുക്കട്ടെ. സരയുവിൻ്റെ പണമൊക്കെ എൻ്റെ അമ്മയെ പറ്റിച്ചുണ്ടാക്കിയ പണമാണ്. കമ്പനിയുടെ ലാഭത്തിൻ്റെ നല്ലൊരംശം അവൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും അവൾക്കോ അങ്കിളിനോ അവകാശപ്പെട്ടതൊന്നുമല്ല. അതുകൊണ്ട് ആ പണത്തിൽ നിന്നും കുറേ ഈ രീതിയിൽ അങ്ങ് പോകുന്നത് നല്ലതാ. കല്യാണി പറയാ, അവരെല്ലാം അവിടെ വെയിറ്റ് ചെയ്യുക, ഞാൻ പോയിട്ട് വരട്ടെ. ധൈര്യമായിട്ട് പോയിക്കോ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്ക് എഴുന്നേറ്റ് നടക്കാം, മെമ്മറിക്കും കുഴപ്പമില്ല, പിന്നെ നിനക്ക് പോകുന്നതിനെന്താ. ഒരേ ഒരു വിഷമമുള്ളത്, ചില ദുഷ്ടന്മാരോട് കള്ളം പറഞ്ഞതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഈ മുറിക്കുള്ളിൽ ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ കല്യാണി പറയാണ്, ആ ഒറ്റപ്പെടൽ നന്നായി എന്നേ ഞാൻ പറയൂ. കിരണേട്ടനെ പുറത്തുവിടാൻ എനിക്കിപ്പോൾ പേടിയാ. അപ്പം നീ പുറത്തേക്ക് ഇറങ്ങുന്നതോ? നീ വരുന്നത് വരെ ഞാനും പിന്നെ പേടിക്കണ്ടേ? എന്നെപ്പോലെയല്ലല്ലോ കിരണേട്ടൻ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കും എൻ്റെ കുഞ്ഞിനുമാണ് ഏറ്റവും വലിയ നഷ്ടം. അപ്പോൾ കല്യാണി പറയാണ്, ഇക്കാര്യത്തിൽ തർക്കം വേണ്ട കിരണേട്ടാ. അപ്പോഴാണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടത്. അപ്പോൾ കിരൺ പറയണം, ദേ ആരോ വന്നു തോന്നുന്നു. ശത്രുക്കളാണെങ്കിൽ എന്തായാലും ഇങ്ങനെ കിടക്കണമല്ലോ, നീ ചെല്ല് നോക്ക്. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ തന്നെ താരേൻ്റെയാണ് വന്നിട്ട് കതക് തുറന്നത്. അപ്പോൾ ജെറി താരാൻ്റിയെ കണ്ടിട്ട് നോക്കുകയാണ്. താരാൻ്റിയെ ഇതിനു മുമ്പേ പരിചയമില്ലാത്തതുകൊണ്ട് അപ്പോൾ താരാൻ്റിയും അവനെ തന്നെ നോക്കുകയാണ്. അപ്പോഴാണ് കല്യാണി പുറത്തേക്ക് വന്നത്. അയ്യോ, ആൻറ്റി അറിയയില്ല അല്ലേ, ഇതാണ് താരാൻ്റി. ഓ, അപ്പോൾ കല്യാണി നേരത്തെയുള്ള എന്നെപ്പോലെയാ താരാൻ്റി, സംസാരിക്കില്ല. ആൻറ്റിക്ക് ആളെ മനസ്സിലായില്ലേ, ഇതാ ജെറിച്ചേട്ടൻ, കിരണേട്ടനെ രക്ഷിച്ച ജെറിച്ചേട്ടൻ. പെട്ടെന്ന് തന്നെ താരാൻ്റി കൈകൂപ്പുകയാണ് അയാളുടെ മുമ്പിൽ. അന്ന് കിരണേട്ടനെ തല്ലിയത് കിരണേട്ടൻ്റെ അങ്കിളിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞല്ലോ, അന്നൊരു മോളുടെ കാര്യം പറഞ്ഞല്ലോ. അയലത്തല്ലേ താമസിക്കുന്നത്? സരയു എന്നല്ലേ ആ കുട്ടിയുടെ പേര്? ആ സരയുവിൻ്റെ അമ്മയാണ് ആൻറ്റി. കഥകളൊക്കെ ചന്ദ്രസേനൻ സാറ് പറഞ്ഞിരുന്നു. അപ്പോഴേ ആൻറ്റിയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് നടക്കുമായിരുന്നു ഞാൻ. ഏതായാലും ഇപ്പോൾ കണ്ടല്ലോ. പെട്ടെന്ന് ജെറി ചോദിക്കുകയാണ്, കിരണിന് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പക്ഷേ ഇപ്പോഴും ആൾക്കാരെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടില്ല. ജെറി ചേട്ടൻ അകത്തോട്ട് വാ. ജെറി മനസ്സിൽ എന്തൊക്കെയോ ആസൂത്രണം ചെയ്തുകൊണ്ട് അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ കല്യാണി തിരിഞ്ഞു നോക്കുകയാണ്. കല്യാണി പറയണം, അകത്തേക്ക് വരൂ. ഇത് കുറച്ച് ഫ്രൂട്ട്സാ. ഇതൊക്കെ എന്തിനാ ചേട്ടാ കൊണ്ടുവന്നത്? കിരണിന് ഫ്രൂട്ട്സ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. സത്യം പറയാലോ, കിരണിനെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം വല്ലാത്ത വിഷമം. പിന്നെ ഞാനിടയ്ക്ക് കിരണിൻ്റെ അച്ഛനെ വിളിച്ചായിരുന്നു, ഞങ്ങൾ തമ്മിൽ കാണുകയും ചെയ്തു. കല്യാണി പറയാണ്, പറഞ്ഞു. അപ്പോൾ അവൻ പറയാണ്, അദ്ദേഹം നിങ്ങളുടെ കഥകളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. ഒരു പ്രായം വരെ കല്യാണി സംസാരിക്കില്ലായിരുന്നു അല്ലേ? ഇല്ലായിരുന്നു. ആ സമയത്ത് ഒന്നുമില്ലാതിരുന്ന കല്യാണിയെ മനസ്സിലാക്കി കല്യാണിയെ ജീവിതത്തിലേക്ക് വിളിച്ച ആളാണ് കിരൺ. അതിനുശേഷം കഠിന പ്രയത്നത്തിലൂടെ കല്യാണിയെ പഠിപ്പിച്ചു. പിന്നെ കല്യാണിയെ സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയാക്കി. അതൊക്കെ അത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. ആ സംഭവങ്ങളൊക്കെ മനസ്സിലിങ്ങനെ ഓർത്തെടുത്തപ്പോൾ കിരണിനെയും കല്യാണിയെയും കാണാൻ തോന്നി. അതാ വന്നത്. അപ്പോഴാണ് കല്യാണിയുടെ ഫോൺ ശബ്ദിച്ചത്. കല്യാണി ഫോൺ എടുത്തിട്ട് ജെറിയോട് പറയാണ്, ഒരു മിനിറ്റേ. കാർത്തികേച്ചി. അപ്പോൾ ജെറി പെട്ടെന്ന് സംശയിച്ചതുപോലെ തന്നെ വിളിച്ചതുകൊണ്ട് ഒന്ന് ഞെട്ടുകയാണ്. അവൻ പിന്നെ കല്യാണി പറയുന്നത് തന്നെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ കാർത്തിക ഇപ്പുറത്തുനിന്ന് പറയാണ്, കുറച്ചു മുമ്പേ ആ ഗംഗാപ്രസാദ് എന്നെ വിളിച്ചിരുന്നു. കല്യാണി പറയാണ്, എന്നിട്ട്? അവൻ എൻ്റെ പിന്നാലെ തന്നെയുണ്ട്. ഞാൻ പർച്ചേസ് കഴിഞ്ഞ് വന്നപ്പോൾ അവൻ എന്നെ കണ്ടതുപോലെയാണ് സംസാരിച്ചത്. എവിടെയൊക്കെയോ അവനും അവൻ്റെ ആൾക്കാരും ഒക്കെ പതുങ്ങിയിരിപ്പുണ്ട്. പേടിക്കേണ്ട കാർത്തികേച്ചി, ചേച്ചിയുടെ പിന്നാലെ നമ്മുടെ ആൾക്കാരുണ്ടല്ലോ. അതൊക്കെ ജെറി കൗതുകത്തോടെ കേട്ട് നിൽക്കുകയാണ്. കിരണേട്ടൻ്റെ അച്ഛൻ അതെന്നോട് പറയുകയും ചെയ്തു. കാർത്തിക വീണ്ടും പറയാണ്, ഒരു സമാധാനവും ഇല്ല മോളെ, പക്ഷേ ഗംഗാപ്രസാദ് എല്ലാം നിരീക്ഷിക്കുകയാണ്. അതാ ഞാൻ നിന്നെ വിളിച്ചത്. അപ്പോൾ കല്യാണി പറയാണ്, നല്ല തൻ്റെ ഇടത്തോടെയായിരുന്നല്ലോ വിക്രത്തെയും വിക്രത്തിൻ്റെ അച്ഛനെയും തകർക്കാൻ കാർത്തികേച്ചിയും അമ്മയും
മുന്നിട്ടിറങ്ങിയത്? ആ ധൈര്യം തന്നെ ആങ്ങളുടെ കാര്യത്തിൽ കാണിക്കാത്തതെന്താ? കാർത്തിക അപ്പോൾ പറയാണ്, അവൻ അത്രയും ക്രൂരനാ. നമ്മളൊക്കെ കരുതുന്നതിനേക്കാളും അപ്പുറ. ആ ക്രൂരൻ തോൽക്കാൻ വേണ്ടി ഈ നാട്ടിലേക്ക് വന്നിരിക്കുക. കല്യാണിയുടെ ആ സംസാരം ഗംഗാപ്രസാദ് കാര്യമായിട്ട് തന്നെ എടുത്തു. ഭയപ്പെടാതിരിക്കെ, ഒന്നുമില്ലായ്മയിൽ നിന്നും ഇതുവരെ എത്തിവരാം നമ്മളൊക്കെ. അതും നമ്മുടെ നല്ല മനസ്സുകൊണ്ട്. ഇന്നേ വരെ നമ്മളെ സഹായിച്ച ദൈവങ്ങൾ ഇനിയും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെ വിശ്വസിക്ക്. ശരി കല്യാണി. ശരി ചേച്ചി. അപ്പം തന്നെ ഗംഗാപ്രസാദ് ചോദിക്കാണ്, ആരാ വിളിച്ചത്? സംസാരം കേട്ടിട്ട് എന്തോ കുഴപ്പമുള്ളത് പോലെയുണ്ടല്ലോ. ഒന്നും പറയണ്ട ചെറിയേട്ടാ, എനിക്കൊരു ചേച്ചിയുണ്ട്, കാർത്തിക ചേച്ചി. ഞങ്ങൾ രണ്ടമ്മമാരുടെ മക്കളാ. എന്നാ അച്ഛനൊന്നാ. കാർത്തിക ചേച്ചി അടുത്ത സമയത്താണ് ഈ നാട്ടിലെത്തിയത്. അതിനുശേഷം അതുപോലൊരു ചേച്ചി എനിക്കുണ്ടെന്ന് ഞാൻ അറിയുന്നത് പോലും. കഥകൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കാർത്തിക ചേച്ചിക്കൊരു ആങ്ങളയുണ്ട്, ഗംഗാപ്രസാദ് എന്നാണ് അവൻ്റെ പേര്. അത് കേട്ട് ജെറി ആകെ പരുങ്ങലിലായി. അയാൾ ലക്ഷ്മി അമ്മയുടെ മോനല്ല, കാർത്തിക ചേച്ചിയുടെ രണ്ടാനച്ഛൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ മോന്. എങ്കിലും ആങ്ങളയാണല്ലോ. പേരിനൊരു ആങ്ങള, കൊടും ക്രിമിനലാ. ജയിലിലൊക്കെ ആയിരുന്നു, ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അയാളുടെ സ്വഭാവം കൊള്ളാത്തതുകൊണ്ട് സ്വത്തിൽ 3/4 ഭാഗവും കാർത്തികേച്ചിയുടെയും അമ്മയുടെയും പേരിലാണ് എഴുതി വച്ചിരിക്കുന്നത്. അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗംഗാപ്രസാദ് ഭീഷണിയുമായിട്ട് നടക്കുന്നത്. എല്ലായിടത്തും സ്വത്തും പണവുമാണ് പ്രശ്നം അല്ലേ? ഗംഗാപ്രസാദ് കല്യാണിയോട് പറയാണ്. അതെ, കല്യാണി അറിയുന്നില്ലല്ലോ ഇതാണ് ഗംഗാപ്രസാദ് എന്നും. അല്ല, ഈ പറയുന്ന കാർത്തികയുടെ അച്ഛൻ്റെ സ്വത്തുക്കൾ എന്ന് പറയുമ്പോൾ അവർക്ക് 2 പേർക്കും അവകാശപ്പെട്ടതല്ലേ? എന്ന് മാത്രമല്ല, ആദ്യ ഭാര്യയുടെ മകൻ ഈ ഗംഗാപ്രസാദ്. അപ്പോൾ അയാൾക്കല്ലേ കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്. കാർത്തിക ചേച്ചിക്കും ലക്ഷ്മി അമ്മയ്ക്കും സ്വത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന ഗംഗാപ്രസാദിന് ഈ സ്വത്ത് കിട്ടിയാൽ അയാളത് നിമിഷ നേരം കൊണ്ട് തന്നെ ഇല്ലാതാക്കും. അവർക്ക് ഒരുപാട് ബിസിനസ്സൊക്കെ ഉണ്ട്. കല്യാണിയുടെ സംസാരം കേട്ടിട്ട് ഗംഗാപ്രസാദ് ഞെട്ടാണ്. അതൊക്കെ അന്യാധീനപ്പെട്ട് പോകാതിരിക്കാനാണ് കാർത്തിക ചേച്ചിയുടെ പേരിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ഗംഗാപ്രസാദ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ എവിടെ ഉണ്ടായിരിക്കും? ഈ നാട്ടിലുണ്ട്. അത് കേട്ട് ഗംഗാപ്രസാദ് പറയാണ്, ഈ നാട്ടിലല്ലടി, നിൻ്റെ മുന്നിൽ തന്നെയുണ്ട്. ജയിലിൽ ചാടിയതിന് ശേഷം ഇങ്ങോട്ട് വന്നിരിക്കുക. അവന് പക്ഷേ സ്ഥലം തെറ്റിപ്പോയി. കിരണേട്ടൻ ഈ കിടപ്പ് കിടക്കുന്നതാ ഇപ്പം ഞങ്ങൾക്കുള്ള പ്രശ്നം, ടെൻഷനും. ഇല്ലെങ്കിൽ അവനെ ഞങ്ങളിവിടുന്ന് തുരത്തിയേനെ. അപ്പോൾ അതാണ് നിൻ്റെ മനസ്സിലിരിപ്പ്. ഭർത്താവ് അടിയേറ്റ് കടന്നിട്ടും മാറാൻ പ്ലാനില്ല. ശരി, ആദ്യം ശത്രുവിൻ്റെ മിത്രങ്ങൾ ആരാണെന്നോ അവരുടെയൊക്കെ ചിറവുകൾ അരിയണം. അത് കഴിഞ്ഞിട്ട് വേണം അമ്മയെയും മോളെയും ചങ്ങലക്കിടാൻ. പെട്ടെന്ന് തന്നെ അയാൾ സംയമനം പാലിച്ച് എന്നിട്ട് കല്യാണിയോട് പറയാണ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണേ. നിങ്ങളൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാ. എപ്പോൾ വിളിച്ചാലും ക്ഷണനേരം കൊണ്ട് ഞാൻ ഓടിയെത്തിക്കോളാം. എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാം. ഗംഗാപ്രസാദ് കിരണിനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി, എന്നിട്ട് സംയമനം പാലിച്ച് അവിടെ നിന്നും കള്ളച്ചിരിയോടുകൂടിയാണ് പോകുന്നത്. പക്ഷേ കല്യാണി ഒന്നും അറിയാതെ ചിരിക്കുകയാണ്. അതിനുശേഷം കിരൺ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ കല്യാണി പറയാണ്, കിരണേട്ടനെ പോലെ തന്നെ ഒരാളാണ് ആ ജെറിയേട്ടനും. നമ്മളെ സഹായിക്കാനായിട്ട് അദ്ദേഹത്തെ ദൈവം വിട്ടതാ. അല്ല, ഇന്നല്ലേ വരുണിൻ്റെ ബർത്ത്ഡേ ആണെന്ന് മനോഹറിനോട് കള്ളം പറഞ്ഞിരിക്കുന്നത്? എന്നാൽ പിന്നെ നീ വിട്ടോ. എൻ്റെ പേരും പറഞ്ഞ് ആ നാടകം അവസാനിപ്പിക്കേണ്ടതില്ല. തെറ്റ് ചെയ്തവനൊക്കെ അപ്പം തന്നെ ശിക്ഷ കിട്ടണം. ശരി കിരണേട്ടാ, ഞാൻ പോയിട്ട് വരട്ടെ. ഇന്ന് രാത്രിയും ഞാൻ കർത്താവിന് മെഴുകുതിരി കൊളുത്തിയപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ കിരണിനെയും ഓർത്തിരുന്നു. ആ ഒരു വാക്കാണ് കിരൺ ചിന്തിക്കുന്നത്. കിരൺ അങ്ങനെ അതും ആലോചിച്ച് കിടപ്പാണ്. ഗംഗാപ്രസാദ് പറഞ്ഞ കാര്യം അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.